ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ മേക്കപ്പ് ഇല്ലാത്ത ഫേസ് ആട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്കൊരു മേക്ക് ഓവർ ചെയ്താലോ? മേക്ക് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അഭ്യാസങ്ങൾ. കുറേ ബ്ലഷൊക്കെ വാരി തൂക്കിയിട്ടുണ്ട്. ഈ മുല്ലപ്പ് ഒറിജിനൽ അല്ല കേട്ടോ, ആർട്ടിഫിഷ്യലാണ്. അപ്പം നമ്മളിന്ന് മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് പോകുന്നത് ഒരു ഓണം ഫെസ്റ്റിവലിനാണ് പോകുന്നത്. സത്യത്തിൽ ഞാൻ റോമിൽ വന്നിട്ട് 8-9 വർഷമായി. റോം മീൻസ് ഇറ്റലിയിൽ വന്നിട്ട്. അപ്പം ഇതുവരെ ഞാൻ ഒരു പരിപാടിക്കും പോവാത്ത ഒരാളാണ്. ഓണത്തിൻ്റെതായ അല്ലെങ്കിൽ ഒരു പരിപാടിക്കും പോവാറില്ല. മലയാളികൾ നടത്തുന്ന ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല പോവാത്തത്, ഞാൻ നല്ല ഷൈ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അതുമല്ല, അറിയത്തില്ല, പോകാൻ തോന്നിയിട്ടില്ല അങ്ങനെ. അപ്പം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് തന്നെ. എനിക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, പിന്നെ നിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഈ ഡ്രസ്സൊക്കെ വന്നിരുന്നത്? സത്യത്തിൽ ഞാൻ ഓണത്തിന് മലയാളികളുടെ ഒരു പരിപാടിക്കും പോകുന്നില്ല എന്നൊഴിച്ച് വീട്ടിൽ ഞാൻ എല്ലാ വർഷവും ഫുഡൊക്കെ വെച്ച് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാറുണ്ട്, അങ്ങനെ വീട്ടിൽ ആഘോഷിക്കാറുണ്ട് ഓണം, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതിന് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്. അതിന് വേണ്ടി എടുത്തതായിരുന്നു. പക്ഷേ ആക്സിഡൻ്റലി നമ്മളിങ്ങനെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഈ ഒരു പരിപാടിക്ക് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ആന്ധ്രയെ അടക്കം നമ്മളെല്ലാവരും ഈ ഡ്രസ്സ് ഇട്ടത്. ഇത് വന്നിട്ട് യുവയുടെ പരിപാടിയായിരുന്നു കേട്ടോ. ഇഷ്ടമാതിരി അലീക്ക് യുവ അങ്ങനെ ഇഷ്ടമാതിരി പരിപാടികൾ നടക്കുന്നുണ്ട് റോമിൽ. അതിൽ യുവ എന്ന് പറയുന്ന ആളുകൾ ഇതിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതിൽ പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഈ യുവയിൽ DJ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ കാഫ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാഫ് ഇൻഡെക്സ് എന്നാണ് കഫിൻ്റെ പേര്. അപ്പം പുള്ളിക്കാരനാണ് നമുക്ക് ടിക്കറ്റ് എടുത്തത്. നിങ്ങൾക്ക് 3 പേർക്കുള്ള ടിക്കറ്റ് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ആദ്യം എനിക്കൊരു മടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറേ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ, ആന്ധ്രയെ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൊക്കെ ഇനി മറന്നു പോയാലാ, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലല്ലേ ആന്ധ്രയ്ക്ക് നമ്മുടെ കൾച്ചർ എന്താണെന്നൊക്കെ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിട്ടൊക്കെ എന്നും ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് റോമിൽ എന്നൊക്കെ, അല്ലെങ്കിൽ അവൻ വലുതാവുമ്പോൾ അവനും സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനത്തെ പരിപാടിക്ക് പോയാലല്ലേ ആൾക്കും തോന്നുള്ളൂ. അല്ലെങ്കിൽ ആൾ ടിപ്പിക്കൽ ഇറ്റാലിയനായി മാറിപ്പോകില്ലേ. അങ്ങനെ ആവണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. ഫുഡ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയിടായിരുന്നില്ല. ഈ പരിപാടിയുടെ ഫുഡ് അടിപൊളിയായിരുന്നു. അല്ലെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാഫ് ഇൻഡെക്സിൻ്റെ മുതലാളിയിട്ടായിരിക്കുന്നത്. അലയ്ക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ലായിരുന്നു അലസി ഇത് എൻജോയ് ചെയ്യുമെന്ന്. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഫസ്റ്റ് പന്തിൽ തന്നെ ആൾ ഇരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് പിന്നെ നമ്മളും ഇരുന്നു. എങ്ങനെയല്ലേ പുള്ളി ഇരിക്കുമ്പോൾ നമ്മൾ ഇരിക്കാതിരിക്കരുത്. അങ്ങനെ നമ്മൾ പഴവും പായസമൊക്കെ കൂട്ടി ഗംഭീരമായിട്ട് സദ്യ ആസ്വദിച്ച് കഴിച്ചു. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. ഇനി ഫുഡ് ഞാൻ അധികം വിവരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. പിന്നെ ഈ യുവയുടെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ യുവയുടെ പരിപാടിക്ക് തള്ളച്ചിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം പിള്ളേരായിരുന്നു കേട്ടോ, ചെറുപ്പക്കാർ പിള്ളേരായിരുന്നു. പിന്നെ എല്ലാവരും അവരുടേതായ കാര്യങ്ങളിലൊക്കെ ബിസിയാണ്. നമ്മൾ എന്താ പറയുക, ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമോ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഇപ്പോൾ റോമിലുള്ളവരാണെങ്കിൽ പോലും ആരും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനല്ല, എല്ലാവരും അവരുടെ കാര്യത്തിൽ ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് ആർക്കും നമ്മളെ മൈൻഡ് ചെയ്യാൻ സമയമില്ല. പിന്നെ ഒന്നാമത് പിള്ളേരും കൂടി അല്ലേ, അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ല. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പരിപാടിക്ക് പോകാം. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞവർ എനിക്ക് പൈസ തന്നിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ. എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞതാട്ടോ. ഇവരായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല കേട്ടോ. ഇനി നിങ്ങൾ പറയുമ്പോൾ അത് പൈസ തന്നിട്ട് നീ പറയുന്നതല്ലേ എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിവേ ഈ പരിപാടി നടത്തിയ എല്ലാവരും ഭയങ്കര കൈൻഡായിട്ടുള്ള ആൾക്കാരാണ്. എനിക്കറിയില്ലെങ്കിലും ഒരു വൈറ്റ് ബാഡ്ജ് ഇവർ കുത്തിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് മനസ്സിലായി, ഈ ബാഡ്ജ് കുത്തിയേക്കുന്നവരെല്ലാവരാണ് ഇതിൻ്റെ ആളുകൾ എന്നുള്ളത്. പിന്നെ ഫുഡ് കുമുകുമാന്ന് കഴിച്ചത് കൊണ്ടാണ് എൻ്റെ ഷുഗർ ഒരു കൺട്രോളില്ലാത്തൊരു കയറ്റമായിരുന്നു. ഏകദേശം എനിക്ക് 300 സംതിങ്ങിന് മേലെ അങ്ങോട്ട് പോയി. ഏതോ ഒരു ഷോട്ടിൽ ഞാൻ അതായത് ഏതോ ഒരു വീഡിയോൻ്റെ ക്ലിപ്പിൽ ഞാനത് കാണിക്കുന്നുണ്ട്. എൻ്റെ ഷുഗർ അങ്ങ് കയറിപ്പോയത് പായസമൊക്കെ കഴിച്ചിട്ടേ ഭയങ്കര പാടായിരുന്നു, ഷുഗർ കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം ടയേർഡായപ്പോഴേക്കും നമ്മൾ അവിടെ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, കോക്ടെയിലും അങ്ങനെ അല്ലാത്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാനൊരു കൊക്കക്കോളയെ വാങ്ങിയത്, എൻ്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും വേറെ എന്തൊക്കെയോ വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ആന്ധ്രയെ ഇതൊന്നും കുടിക്കാത്ത വിഷമത്തിൽ ഞങ്ങൾ പ്രാകുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ കുളങ്കര പരിപാടി എടുക്കാൻ കേട്ടോ. അല ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അല ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനല്ലേന മലയാളം പഠിപ്പിച്ചിട്ടില്ല, ആകെ 3-4 വേർഡ്സ് അറിയാം. തെണ്ടി വിശാശം, അതെനിക്ക് ദേഷ്യം വരുമ്പോൾ പറയണോണ്ടാണ്. അങ്ങനെ അല്ലേ അതും പഠിച്ചെടുത്തു. ഞാൻ ദേഷ്യം വരുമ്പോൾ ആ വേർഡ് പറയുന്നുണ്ട്. അങ്ങനെ ആ 2 വേർഡും പിന്നെ എനിക്ക് വിശക്കുന്നു അങ്ങനെയുള്ള സുഖമാണോ, ഈ 3-4 വേർഡ്സേ അറിയുള്ളൂ. അവർ പറയുന്ന കുളങ്കര അലതെ പഠിച്ചെടുത്തു കേട്ടാ.
അല ഭയങ്കര ത്രില്ലിടായിരുന്നു ഈ വടംവലി കാണാനായിട്ട്. ഇതിൽ ഏറ്റവും വിറ്റ് വടം വലിച്ചത് മാത്രമേ അറിയത്തുള്ളൂ, ആരാണ് വിൻ ചെയ്തതെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു വടംവലി കംപ്ലീറ്റ് ചെയ്തത്. വടം വലിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ലസിയോനോട് നീ കൊച്ചിനെ കൊണ്ട് എൻ്റെ അടുത്തേക്ക് അവിടെ നിൽക്കേണ്ട, പെരിക്കോളോസും ആണ്, അതായത് ഡേഞ്ചറാണ് അവിടെ നിൽക്കുന്നത്, കാരണം എങ്ങാനും വിട്ടേക്ക് പോകുമ്പോൾ മേത്തേക്ക് എങ്ങാനും വീണാലോ എന്ന് വിചാരിച്ചിട്ട് അല എൻ്റെ അടുത്ത് പോയി വല്ല പണിയുണ്ടോ നോക്കാൻ പറഞ്ഞു. അല സ്ഥലവും പരിസരമൊക്കെ മറന്ന് അലയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് അവിടെ നിപ്പും ഭാവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നാലേ. ഒരു കാര്യം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത്, ഈ പരിപാടി നടത്തുന്ന ആളുകളിൽ അവർക്ക് ഭയങ്കര എന്താ പറയാ സഹകരണ മനോഭാവം, അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഒത്തൊരുമയില്ലേ, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂട്ടോ. അത് കാരണം എല്ലാ സ്ഥലത്തും അത് പോസിബിൾ ആയിരിക്കണം എന്നില്ല. കാരണം ഇത് കുറച്ച് ഫ്രണ്ട്സ് കൂടിയൊക്കെ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഒത്തൊരുമയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി അവരോട്. ബേബി വേറെ ഓണം പരിപാടികൾക്കൊക്കെ ഇങ്ങനെയായിരിക്കാം, ഞാൻ പോകാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇവിടെ പോയത്, എനിക്കിത് ഇഷ്ടപ്പെട്ടു, ആ ഒരു അഭിപ്രായം പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഇടാം. ഇതിൻ്റെ ഇടയിൽ അവിടെ സ്റ്റേജിൽ ഡാൻസുകൾ, പാട്ടുകൾ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ, ഹിപ്നോട്ടിസം അല്ലാത്ത നോട്ടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ലൈഫിൽ അലേനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടേ ഇല്ല. ഇന്നാണ് ഞാനത്, അതായത് ആ പരിപാടി നടത്തുന്ന ദിവസമാണ് ഞാൻ അല ഇങ്ങനെ എൻജോയ് ചെയ്യണം കണ്ടേക്കുന്നത്. അങ്ങനെ അലയും ഹാപ്പിയായി, കൊച്ചും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഞങ്ങൾക്കിത് സമ്മാനിച്ചത് നമ്മുടെ കാഫ് ഇൻഡെക്സ് മുതലാളി ഒരു പബ്സായിട്ട് വന്നിട്ടുണ്ട്, പബ്സല്ല സമൂസയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സമൂസയൊക്കെ കഴിച്ച് പിരിയാണ്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്. നൈസായിരുന്നു, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.